ഇനി നാലാമത്തെ എന്താണ്? ഫാദർ മദർ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കണം, നല്ലതായിട്ട് തോന്നും. പക്ഷെ യേശു ചെയ്തിട്ടുണ്ടോ അത്? സ്വന്തം അമ്മയെ പോലും എല്ലാ ഗോസ്പലും പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെ എന്നുള്ളതല്ലാതെ ഒരു വാക്ക് അദ്ദേഹം ഉന്നയിക്കുന്നില്ല. അതുപോലെ കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം വന്നിരിക്കുന്നത്, മാത്യു തന്നെ പറയുന്നുണ്ട്, ഞാൻ സമാധാനം കൊണ്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ വാളുമായിട്ടാണ് വന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ഭയങ്കര പാസിഫിക് നായകനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം സഹോദരനെയും സഹോദരിയെയും അച്ഛനെയും അമ്മയെയും തന്നെയും ത്യജിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, എന്നെ പിന്തുടരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഒരു കുടുംബത്തിന്റെ ക്രിസ്തു ഈ കുടുംബത്തിന്റെ നാഥൻ എന്ന് വെക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കേട്ട സംസാരം സി രവിചന്ദ്രന്റെ സംസാരമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് യേശു തൻ്റെ മാതാവിനോട് സംസാരിക്കുന്നത്, വളരെ നന്മയൊക്കെ പറയുന്ന യേശു മാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സംസാര രീതി ബൈബിളിൽ ഈ രൂപത്തിലാണ് പറയുന്നത്. സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് യേശു എന്നാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് ബൈബിളിൽ സംസാരിക്കുന്നത്, മാതാവിനോട് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ കല്യാണത്തിന് ചെല്ലുമ്പോൾ വീഞ്ഞ് തീർന്നു പോകുന്ന സമയത്ത് ലഹരിയുള്ള വീഞ്ഞുണ്ടാക്കുവാൻ യേശുവിനോട് കൽപ്പിക്കുമ്പോൾ യേശു ആ സമയത്ത് മാതാവിനോട് പറയുകയാണ്, സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കണം. അവിടെ ഒരു മാതാവിനെ ബഹുമാനിക്കുന്ന രൂപത്തിലല്ല യേശു സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ ദൈവപുത്രനായി പറയാത്തത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിൻ്റെ ദൈവം എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ പ്രതാപത്തെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാതെ, ദൈവമായിട്ട് അംഗീകരിക്കാതെ. അങ്ങനെ ദൈവപുത്രനാണോ ദൈവമാണെന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബിയുടെ പ്രതാപത്തിന്, സ്ഥാനത്തിന് തടസ്സമുണ്ടാകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ സി രവിചന്ദ്രൻ മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പുത്രൻ എന്ന് പറഞ്ഞതുപോലെ ഇത് മാതാവിനെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള യേശുവിൻ്റെ സംസാരങ്ങളൊക്കെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ യേശു എന്ന് പറയുന്ന ഒരു മഹാന് ചേർന്ന രൂപത്തിലല്ല അതിൽ കാണുന്നത്. യേശു പഠിപ്പിച്ച ഒരു നിലപാടല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു ഒരിക്കലും ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. യേശു ദൈവപുത്രൻ എന്ന്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊരു വാദം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യഹോവയാകുന്നു ദൈവം എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ യേശു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ ആ വാദത്തെ എതിർക്കുന്നത് പോലെ തന്നെയാണ് ഈ വിഷയത്തിലും ഇസ്ലാം യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയം 19-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വചനങ്ങളിൽ യേശു ഒന്നാമത്തെ അത്ഭുതമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്, യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ, തൻ്റെ മാതാവിൻ്റെ ചാരിത്രത്തെ ആ നാട്ടുകാർ ചോദ്യം ചെയ്യുമ്പോൾ ആ സമയത്ത് യേശു തൊട്ടിലിൽ കിടന്നുകൊണ്ട് പിഞ്ചു കുട്ടിയായ യേശു സംസാരിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? ഈ ഖാല ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. 34-ാമത്തെ ആയത്ത് അതാണ്. അവിടെ യേശു പറയുന്നത്, ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നു വബർറം ബിവാലിദതി എന്നാണ്. സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള ഒരു ബഹുമാനമില്ലാത്ത സംസാരമല്ല ഖുർആൻ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. മറിച്ച് യേശു സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ മാതാവിനോട് നന്മ ചെയ്തു കൊടുക്കാൻ, നല്ല രൂപത്തിൽ പെരുമാറാൻ, അതാണ് എൻ്റെ റബ്ബ്, എൻ്റെ സുർട്ടാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, വസിയ്യത്ത് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത്. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. മാത്രമല്ല, എന്നെ അവൻ ആക്കിയിട്ടില്ല ഏത് രൂപത്തിൽ? ഒരു ദൗർഭാഗ്യവാനും ക്രൂരനുമാക്കിയിട്ടില്ല. മാതാവിനോട് ഇതുപോലുള്ള സ്ത്രീയെ എന്നുപോലുള്ള ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കാൻ ആ രൂപത്തിൽ എൻ്റെ റബ്ബെന്നെ ആക്കിയിട്ടില്ല. ഞാൻ വളരെ മാന്യമായ രൂപത്തിലാണ്, ബഹുമാനപൂർവ്വമാണ്, നന്മയ രൂപത്തിലാണ് ഞാൻ എൻ്റെ മാതാവിനോട് സംസാരിക്കുക എന്നാണ് അവിടെ യേശു പറയുന്നത്. അതുകൊണ്ട് യേശു പഠിപ്പിക്കാത്ത നിലപാടുകൾക്കെതിരെ ഇസ്ലാം സമീപനം സ്വീകരിക്കുമ്പോൾ അതൊരു വർഗീയമായൊരു സമീപനമാണെന്നുള്ള ഈ സി രവിചന്ദ്രൻ്റെ സംസാരങ്ങൾ അത് ഇതിനോട് ചേർത്തു മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.